ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന തുടരും എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോനെ കുറിച്ചും അതോടൊപ്പം ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകളെ കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നാരായണനെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചെടുക്കുന്ന ചിത്രമായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ. ഏപ്രിൽ മാസം 25-ാം തീയതി തിയേറ്ററിലോട്ടെത്താൻ പോകുന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് ഇന്നലെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ 10 മണിക്ക് ആരംഭിച്ച ബുക്കിങ്ങിന് മികച്ച റെസ്പോൺസ് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം ഓരോ മണിക്കൂറിലും 5000 മുതൽ 10000 വരെയുള്ള ടിക്കറ്റുകളാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് ഓപ്പൺ ആയപ്പോൾ വിറ്റ് തീർത്തിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം 5 കോടി പിന്നിടും. ഇന്നലത്തെ മാത്രം ചിത്രത്തിന്റെ അഡ്വാൻസ് പ്രീ സെയിൽ കളക്ഷൻ മാത്രം കേരളത്തിൽ 2 കോടി പിന്നിട്ടിട്ടുണ്ട്. ഇന്ന് നല്ലൊരു ബുക്കിംഗ് തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. രാജേട്ടൻ സാധാരണക്കാരനായിട്ടുള്ള ഒരു ടാക്സി ഡ്രൈവറായിട്ടുള്ള ഷൺമുഖം എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള കഥാപാത്രമായിട്ട് ശോഭനയും വരുന്നുണ്ട്. 15 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഇരുവരും ഒന്നിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രം ആവർത്തിക്കുമെന്നാണ് സിനിമാ പ്രേമികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തരുൺമൂർത്തിയുടെ മുൻകാല ചിത്രങ്ങളായിട്ടുള്ള ഓപ്പറേഷൻ ജാവ, അതോടൊപ്പം തന്നെ സൗദി വെള്ളയ്ക്ക തുടങ്ങിയ 2 സിനിമകളും ഒന്നിനൊന്ന് മികച്ച ചിത്രങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സംവിധായകനും പ്രതീക്ഷകളേറെയാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോ ഏകദേശം കേരളത്തിൽ 10 മണിയോടുകൂടിയാണ് ആരംഭിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് ഇതിനോടൊപ്പം തന്നെ എല്ലായിടത്തും തന്നെ ഹൗസ്ഫുള്ളായിട്ട് മാറുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. എമ്പുരാൻ എന്ന് പറയുന്ന രാജേട്ടൻ ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറി, ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ് അണിയിച്ചൊരുക്കിയ ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. കേരള ബോക്സ് ഓഫീസിലും 85 കോടി പിന്നിട്ട ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ട് 266 കോടി പിന്നിട്ട് ബിസിനസ് ഉൾപ്പെടെ 325 കോടി നേടിയിട്ടുണ്ടായിരുന്നു. തുടരും എന്ന് പറയുന്ന സിനിമ രാജേട്ടനെ മറ്റൊരു 100 കോടി ചിത്രമായിട്ട് മാറുന്നു. ഇതിനോടൊപ്പം തന്നെ അണിയറ പ്രവർത്തകരും സിനിമാ പ്രേമികളും രാജേട്ടൻ്റെ ആരാധകരും ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാലും കാത്തിരിക്കാൻ. ആദ്യ ഷോ കഴിയുമ്പോൾ മുതൽ മികച്ച അഭിപ്രായങ്ങൾ തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് നിലനിർത്താൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് നാളെ തുടരും എന്ന് പറയുന്ന രാജേട്ടൻ ചിത്രം തിയേറ്ററുകളിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.